പാലക്കാട് പൊള്ളാച്ചി വഴി ബാഗലൂരു, അനക്കൽ, കമ്പകൗട എന്നിങ്ങനെ പോലീസ് കാലുവന്ന മട്ടിൽ അലഞ്ഞു തിരിഞ്ഞതല്ലാതെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. ഒന്നും രണ്ടുമൊന്നുമല്ല. 15-ാം നാൾ പാലക്കാട് തന്നെ പൊങ്ങി വോട്ട് രേഖപ്പെടുത്തിയ ആൾ കാക്കി സുരക്ഷയിൽ ചായ കുടിച്ച് മാസ് കാണിച്ചെങ്കിൽ സർക്കാരെ, ആഭ്യന്തര വകുപ്പെ, പോലീസെ, നിങ്ങളുടെ നാണം കെട്ട പരാജയമാണ്. അറസ്റ്റ് ഒഴിവാക്കാൻ സകല കോടതികളിലും കയറിയിറങ്ങാൻ മാങ്കൂട്ടത്തിൽ സമയം കൊടുത്ത് ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രക്കൊള്ള മറയ്ക്കാനുള്ള ഉപാധിയാക്കിയെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെ പഴിക്കാനാണ്? ഈ പറയുന്ന സ്ത്രീ സുരക്ഷയും നൈതികതയും ഒക്കെ ഒരു വ്യാജം പറച്ചിലാണ്. ഒക്കെയും തരാതരം രാഷ്ട്രീയം. ഒരു മുൻ സാമാജികനെതിരെ കിട്ടിയ പീഡന പരാതി കാർപ്പറ്റിൽ താഴ്ത്തിയവർ, സ്ത്രീകൾക്കെതിരെ അതിക്രമത്തിന് തീവ്രത ഇളക്കാൻ കമ്മീഷൻ കോടതിക്കാർ, പീഡന പരാതികളിൽ നടപടി നേരിട്ടവർ ഇരട്ടി വേഗത്തിൽ തിരിച്ചെടുത്ത് കീ പോസ്റ്റുകളിൽ പ്രധാന പദവികളിൽ അവരോധിച്ചവർ, സ്ത്രീലമ്പടന്മാരുടെ രാഷ്ട്രീയ നൈതികതയും ധാർമ്മികതയും ഒരുപാടങ്ങ് വിളമ്പല്ലേ. ഭൂതകാലങ്ങളൊക്കെ അങ്ങ് മറന്നുപോകാൻ കേരളത്തിന് മറവി രോഗമില്ല. നാട്ടുകാരത്രയും മണ്ണെണ്ണ മണ്ണകളല്ല. അതാണ് അയാള് വന്ന് പോലീസ് സുരക്ഷയിൽ വന്നു, വോട്ട് ചെയ്തു, ചായ കുടിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് തന്നെയാണ്. മാസം എന്ന് പറഞ്ഞാൽ മരണമാസമായി പോയി എന്ന് മാപ്രകൾക്ക് പോലും ഹാഷ്മിക്ക് പോലും അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ മാപ്രകൾ എത്തി എന്നുള്ളതാണ്. ഇന്നലെ രാഹുൽ വന്നത്, രാഹുൽ വോട്ട് ചെയ്തത്, രാഹുൽ മടങ്ങിയത്, രാഹുൽ ചായ കുടിച്ചത്, ഇങ്ങനെ മൈക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് അയാൾ ചായ കുടിച്ച് ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോ ഇനിയൊരു ചായ കുടിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് തന്നെയാണ്. ഇല്ലാത്ത കാര്യങ്ങളെ വ്യാജമായി പരാതികളുടെ അടിസ്ഥാനത്തിൽ ഊതിപ്പെരിപ്പിച്ച്, പരാതികളിൽ അതിന് പൊടിപ്പും തുങ്ങലും വെച്ച് പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും ഉണ്ടാക്കിയെടുത്ത് പരാതികൾ ക്രിയേറ്റ് ചെയ്ത് അത് ഫോർവേഡ് ചെയ്തപ്പോ ഇര അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇരയെന്ന് പറയപ്പെടുന്ന അവകാശപ്പെടുന്ന വ്യക്തി അറിഞ്ഞില്ല എന്താണ് പരാതിയിൽ എഴുതി പിടിപ്പിച്ചതെന്ന്. അവസാനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പോയി മൊഴി നൽകിയപ്പോ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളും മൊഴിയിൽ പറയുന്ന കാര്യങ്ങളും ആനയും മണ്ണാനും തമ്മിലുള്ള വൈരുദ്ധ്യമാണുള്ളത്. അത് കോടതിക്ക് ബോധ്യപ്പെടുകയാ, കോടതി ജാമ്യം നൽകുകയാ. ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഈ പൊടിപ്പും തുങ്ങലുകളും ചർച്ചയും സ്ത്രീയും സ്ത്രീ പീഡനവും ബലാത്സംഗവും ഗർഭവും ഗർഭചിത്രവും ഒക്കെ ഹാഷിമി പറഞ്ഞതുപോലെ ചിലയിടത്തൊക്കെ ചിലർക്കൊക്കെ ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട്. ആ തിരിച്ചറിവുകൾ എന്താണ്? ശബരിമലയിലെ അയ്യന്റെ പൊന്നുകൊള്ള മറക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യാൻ നേട്ടങ്ങളൊന്നും പറയാനില്ലാതിരുന്ന പിണറായി വിജയന് ആ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷ നിരയിൽ ഇരിക്കുന്ന ഒരു MLA-യുടെ, ഒരു മെമ്പറുടെ അയാൾക്കെതിരെ ആരോപണങ്ങൾ പടച്ചു വിട്ടുകൊണ്ട്, അതും സ്ത്രീ, ഏത് സ്ത്രീ പോലെ 2016 ഉമ്മൻചാണ്ടിക്കെതിരെ ഇവർ കളിച്ച അതേ കളി ഇന്ന് ആ സ്ത്രീ എവിടെ കിടക്കുന്നു? നമ്മൾ കുറച്ചു നേരത്തെ സംസാരിച്ചു. അവരുടെ ശബ്ദ സന്ദേശം നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞു ഞാൻ. എവിടെ കിടക്കുന്നു? പുഴുവരിച്ച് പുഴുത്ത് നാറി നരകിച്ച് നരകയാതന അനുഭവിച്ച് ആശുപത്രി കിടക്കയിൽ കിടക്കുന്നുണ്ട്. അന്ന് തൊട്ടത് ഉമ്മൻചാണ്ടിയാണെങ്കിൽ ഇന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയൻ നേരിടാൻ തീരുമാനിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെ ചെക്ക് വെച്ചുകൊണ്ടാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇപ്പൊ വൈകിയാണെങ്കിലും മാപ്രകളും തിരിച്ചറിയുന്നു, അല്ലേ? വൈകിയാണെങ്കിലും മാപ്രകളും തിരിച്ചറിയുന്നു. ജനങ്ങളെല്ലാം മറവി രോഗം ബാധിച്ച് അടിമകളാണെന്ന് പിണറായി വിജയൻ കരുതണ്ട. തന്റെ ചുറ്റിലുമുള്ള കുഴലൂത്തുകാരുടെ സ്വഭാവമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിനുള്ളതെന്ന് പിണറായി വിജയൻ കരുതണ്ട. തന്റെ ചുറ്റിലുമുള്ള ഈ സ്തുതിപാഠകർക്കുള്ള സ്വഭാവമാണ്, അവരുടെ അതേ സ്വഭാവമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ളതെന്ന് പിണറായി വിജയൻ കരുതണ്ട. ജനങ്ങൾ ഒന്നും മറന്നിട്ടില്ല. ഈ പറയുന്ന മുൻ MLA, മുൻ CPM-ന്റെ MLA-ക്ക് നേരെ ഉയർന്നു വന്ന പരാതി, ആ പരാതിയെ കട്ടിലടിയിൽ കൊണ്ടുപോയി വെച്ചവർ, ആരോപണ വിധേയരെ ഓഫീസിലും KTDC-യുടെ ചെയർമാനും MLA-യും മന്ത്രിയുമാക്കി സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്നവർ, അത് ഈ വിജയനല്ലാതെ മറ്റാരാണ്? ഇവർക്ക് വായ കൊണ്ട് സ്ത്രീ സംരക്ഷണം, സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയാനല്ലാതെ പ്രവൃത്തി കൊണ്ട് എന്താണ് ചെയ്തു കാണിക്കുന്നത്? തീവ്രത അളന്നിട്ട് അവസാനം പീഡിപ്പിച്ചതിന്റെ തീവ്രത കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയെ പിടിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയ ഒരു തെമ്മാടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അയാൾക്ക് എന്ത് സ്ത്രീകളെ കുറിച്ച് പറയാൻ എന്ത് അവകാശമാണുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്നാലോചിച്ച് നോക്കുക. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോഴും P. ശശി തന്നെയല്ലേ? ആരാണ് P. ശശി? KTDC-യുടെ ചെയർമാൻ PK ശശി അല്ലേ? ആരാണ് PK ശശി? ഈ പറയുന്ന ഗണേഷ് കുമാർ മന്ത്രിയല്ലേ? ആരാണ് ഗണേഷ് കുമാർ? ഗണേഷ് കുമാറിനെ കുറിച്ച് ഇവർ ഈ പറയുന്ന സഖാക്കൾ തീവ്രത അളക്കുന്ന P.
മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? കൂടെ നിർത്താൻ കൊള്ളില്ലാത്തവരെന്നല്ല പറഞ്ഞത്. വീഡിയോ ഞാൻ കേൾപ്പിക്കണോ? എന്റെ കയ്യിലുണ്ട് വീഡിയോ, വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോ ഇതൊക്കെ നമ്മുടെ കൈകളിൽ സുലഭമായിട്ട് ഇപ്പൊ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതല്ലേ. അങ്ങനെയുള്ള സ്ത്രീ ലംബടന്മാരെ കൂടെ നിർത്തിക്കൊണ്ട് നടന്ന് സംരക്ഷിച്ചു പിടിക്കുകയാണ്, സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട്. പി ശശി ഇരിക്കുന്നത് എവിടെയാ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന വ്യക്തി ആരാ? പിണറായി വിജയനാണോ? അല്ല, പി ശശിയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരെങ്കിലും ഒന്ന് കാണണമെന്ന് കരുതിയാൽ എന്തിനധികം രാഹുലിനെതിരെയുള്ള പരാതിയും പിടിച്ച് പരാതിയും പിടിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ വന്നപ്പോ മുഖ്യമന്ത്രി ഇരിക്കുന്ന റൂമിന്റെ വാതില് തുറന്നു കൊടുത്തത് അത് പി ശശിയാ. പി ശശി എവിടെ നിൽക്കുന്നു? ക്യാബിനറ്റ് റാങ്കിലുള്ള പദവിയിലുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി. പി ശശിക്ക് നേരെ പിന്നെ എങ്ങനെയാണ് അയാൾ നിയന്ത്രിക്കുന്ന പോലീസ് അയാൾക്ക് നേരെ കൈ നീട്ടുമോ അയാൾക്ക് നേരെ? അപ്പൊ അത്തരത്തിൽ സ്ത്രീ പീഡകന്മാരെ കൊണ്ടുവന്ന് തന്റെ ഓഫീസും തന്റെ മന്ത്രിസഭയും തന്റെ കുഴലൂത്ത് സംഘത്തെയും നിറച്ചു കൂട്ടിയിട്ട് അവർക്ക് നടുവിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ ആക്രോശിക്കുകയാണ് സ്ത്രീലമ്പടനാണെന്ന്. ഈ പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ആരാണ്? മുൻ ഭാര്യയെ കുനിച്ചു നിർത്തി കൂപ്പിലിടിച്ചവൻ. പീഡന പരാതി പറഞ്ഞ് അവസാനം കോടതിയിൽ നിന്ന് മുഹമ്മദ് റിയാസിന്റെ ആദ്യ ഭാര്യ ഡിവോഴ്സ് വാങ്ങിപ്പോയി. അങ്ങനത്തെ സ്ത്രീ ലംബടനെയാണ് മുഹമ്മദ് റിയാസിനെയാണ് പിണറായി വിജയൻ മകളുടെ ഭർത്താവാക്കിയിരിക്കുന്നത്. ആ പിണറായി വിജയൻ വീണ്ടും ആക്രോശിക്കുകയാ. എന്തിനാ ആക്രോശിക്കുന്നത്? ഇപ്പുറത്ത് പത്മകുമാർ ജയിലിൽ കിടക്കുന്നുണ്ട്, വാസു ഉണ്ട്, മുരാരി ബാബു ഉണ്ട്, ഇവരൊക്കെ പറഞ്ഞ പേരുകളുണ്ട്. ഇനി ആ ജയിലിലേക്കുള്ള ഘോഷയാത്ര അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ശബരിമലയിലെ അയ്യന്റെ പൊന്നുകൊള്ള മറക്കാൻ രാഹുലിനെ കരുവാക്കുകയായിരുന്നുവെന്ന് ഇന്ന് കേരളത്തിലെ മാപ്രകൾക്ക് അത് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. അയാൾ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പോലീസ് സംരക്ഷണയിൽ അയാൾ ചായയും കുടിച്ച് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് തന്നെയാണ്. മിസ്റ്റർ പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നേട്ടങ്ങളൊന്നും പറയാനില്ലാതെയായി പോയ ഒരു മുഖ്യമന്ത്രി. പിണറായി വിജയന്റെ സർക്കാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെയാണ് നേരിട്ടത്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നിൽ മറ്റൊന്നുമില്ല. ഈ കഴിഞ്ഞ കാലഘട്ടത്തില്, അതായത് പിണറായി വിജയന്റെ രണ്ടാം സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പുകൾ അത്രയും പിണറായി വിജയന് വലിയ ഒരു പാഠം നൽകിയിട്ടുണ്ട്. തന്റെ ഭരണം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ലെന്ന പാഠം. അവിടെയാണ് പിണറായി വിജയൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അവിടെ ഒരു ചെക്ക് വെക്കണം. എന്താണ് ചെക്ക്? അതിന് പറ്റിയ വ്യക്തി ആരാ? അതിന് പറ്റിയ വ്യക്തി കേരളത്തില് രാഹുൽ മാങ്കൂട്ടമല്ലാതെ മറ്റാരും ഇല്ല എന്ന് പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ഇറക്കി ശബരിമലയിലെ അയ്യന്റെ പൊന്നുകൊള്ള മറക്കാനുള്ള എല്ലാ തത്രപ്പാടുകളും പിണറായി വിജയൻ നടത്തിയത്. പക്ഷേ അത് ഏറ്റില്ല എന്നുള്ളതാണ്. എന്തിനധികം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗ് നടന്ന ഇന്നലെ പിണറായി വിജയൻ കണ്ണൂരിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞത് സ്ത്രീ ലംബടനാണെന്നാ. പക്ഷേ കേരളത്തിലെ ജനം എല്ലാം ഓർത്തു വെക്കുന്ന കൂട്ടത്തിലാണ്. അവരൊന്നും മറന്നിട്ടില്ല എന്നുള്ള കാര്യം പിണറായി വിജയൻ അറിയില്ലെന്ന് തോന്നുന്നു. ഇനി അറിഞ്ഞിട്ടാണെങ്കിലും ഒരു തള്ള് ഒന്ന് തള്ളി നോക്കാം, കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ പിണറായി വിജയൻ അത് പറയാൻ പ്രേരിപ്പിച്ചതും അത് എഴുതി കൊടുത്തതും ആരാ? എഴുതി കൊടുത്തത് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാ. ആരാണ് പി ശശി? ആ ശശി എഴുതി കൊടുത്തത് വായിക്കുമ്പോ പിണറായി വിജയൻ ഒരിക്കലും ചിന്തിച്ചില്ലേ എഴുതി തന്ന വ്യക്തിയുടെ ഭൂതം എന്താണെന്ന്, അയാളുടെ കയ്യിലിരിപ്പ് എന്തായിരുന്നു എന്ന് പിണറായി വിജയൻ ഒന്ന് ചിന്തിക്കണ്ടേ? പി ശശി മാത്രമാണോ? പി ശശി, പി കെ ശശി, കടകംപള്ളിയും തോമസ് ഐസക്കും ടി പി രാമകൃഷ്ണനും കെ ടി ജലീലും.
പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗണേഷ് കുമാറും AK ശശീന്ദ്രനും മുകേഷും അടങ്ങുന്ന വലിയ ഒരു സ്തുതിപാഠക സംഘം ഇങ്ങനെ ചുറ്റും കൂടി നിന്നിട്ട് അവരെ കാണുമ്പോ, ആ പൂവൻകോഴിയെ കാണുമ്പോ, അവരെയൊക്കെ പൂവൻകോഴി ആയതുകൊണ്ട് പിണറായി വിജയൻ കാണുന്നത് എവിടെ നോക്കിയാലും, വീട്ടിൽ ചെന്നാൽ പൂവൻകോഴി, ഓഫീസിൽ വന്നാൽ പൂവൻകോഴി, സഭയിൽ വന്നാൽ പൂവൻകോഴി, AKG സെന്ററിൽ പോയാൽ അവിടെ പൂവൻകോഴികൾ. അപ്പൊ ഇത്തരത്തിൽ പൂവൻകോഴികളെ കണ്ട് 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 പിണറായി വിജയൻ ബാക്കി മറ്റുള്ള ആരെ കണ്ടാലും പിണറായി വിജയന് തോന്നുന്നത് എല്ലാം പൂവൻകോഴികളാണെന്നാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഈ ഇന്നലെ രാഹുൽ മാങ്കൂട്ടം വന്ന് വോട്ട് ചെയ്ത് ഇറങ്ങിയതോടുകൂടി കേരളത്തിലെ മാപ്രകളിൽ ചിലർക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, ചിലർക്കൊക്കെ ചിലതൊക്കെ മനസ്സിലായി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഈ അമ്പലക്കൊള്ള മറക്കാൻ, ശബരിമലയിലെ അയ്യന്റെ പൊന്നുകൊള്ള മറക്കാൻ, അതിൽ അറസ്റ്റിലായിരിക്കുന്ന സഖാക്കളെ സംരക്ഷിക്കാൻ, അവർ പറയുന്ന പേരുകാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് രാഹുൽ വിഷയം പിണറായി വിജയൻ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അതല്ലാതെ കേരളത്തിലെ അമ്മമാരെയും സ്ത്രീകളെയും പെങ്ങന്മാരെയും ഒക്കെ ആലോചിച്ചിട്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ രാഹുലിനെതിരെയുള്ള പരാതി അത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന ഒരു പരാതിയുണ്ട്. ആർക്കെതിരെയുള്ള പരാതിയാ? CPM-ന്റെ മുൻ MLA ആയിരുന്ന PT കുഞ്ഞിമുഹമ്മദിനെതിരെയുള്ള പരാതിയാ. ആ പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചാൽ ആ പരാതി മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ബെഡിനടിയിൽ വെച്ചിട്ടുണ്ട് ഭദ്രമായിട്ട്. ഇനി അത് AKG സെന്ററിൽ കൊണ്ടുപോയി അട്ടത്ത് വെക്കും. അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ AKG സെന്ററിന്റെ അട്ടത്തുണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കും. അതല്ലാതെ അതിന്റെ മുകളിൽ ഒരു നടപടിയും ഇനി നിമിഷം വരെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്ത്രീ സംരക്ഷണമല്ല, സഹോദരികളെയും അമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ ഇവരുടെ വീട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല. മനസ്സിലായില്ലേ? ഇവിടെ സ്ത്രീയല്ല, അവരുടെ സംരക്ഷണമല്ല മുഖ്യം എന്ന് പറയുന്നത് വോട്ടാണ്, അധികാരമാണ്, അധികാര കസേരയാണ്.